ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്തെടുത്തേക്കുന്നത് ബജി മുളക് യൂസ് ചെയ്തിട്ടാണ്. ആക്ച്വലി ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മേടിച്ചതാണ്, പക്ഷേ ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ നമ്മൾ യൂസ് ചെയ്യുന്ന പച്ചമുളക് യൂസ് ചെയ്യാം. അതിനുശേഷം അതൊന്ന് പുട്ടും കുറ്റിയിൽ ആവിക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ്. 1-2-3 മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ അത് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു മൺചട്ടി എടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് വയ്ക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവയും അതേപോലെ തന്നെ നമുക്ക് നല്ല കുറച്ച് കടുകും ഇട്ട് നല്ലപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. നമ്മുടെ കടുകും അതേപോലെ തന്നെ ഉലുവയും നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അധികം വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി. ഇനി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് കറിവേപ്പിലയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഇഞ്ചിയും ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിനി ഇതിൻ്റെയൊക്കെയുള്ള മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കറിക്ക് പിന്നെ അധികം മസാലകളൊന്നുമില്ല, ആകെ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്തേക്കുന്നത്. ഓൾറെഡി നമ്മൾ മുളകിലാണ് ഇത് ചെയ്തെടുക്കുന്നത്, അപ്പോൾ അധികം എരിവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് കളറിനൊരു മുളക് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ മുളക് ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കുക, എന്നാലേ നമ്മൾ ഇടുന്ന മസാലയും പുളിയൊക്കെ അതിലേക്ക് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഒന്ന് വരഞ്ഞു കൊടുക്കാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് പുളിവെള്ളമാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് വാളംപുളിയുടെ വെള്ളമാണ്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് വാളംപുളി യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കുടംപുളി യൂസ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് വാളംപുളിയാണ്. അപ്പോൾ അത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനി ഒന്ന് നമുക്ക് ആ ഒരു മുളകിലേക്ക് പിടിക്കാനായിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഈ ടൈമിൽ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും നമ്മൾ പുളിവെള്ളവും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉപ്പും പുളിയൊക്കെ നമ്മുടെ മുളകിലേക്കിട്ട് പിടിക്കാനായിട്ട് നല്ലപോലെ കുറുകി വരികയും ചെയ്യാനായിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്, നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ടൈമിൽ കുറച്ച് ശർക്കര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു എരിവും ആ ഒരു പുളിയൊക്കെ കൂടെ കൂടിയിട്ടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു മധുരം ആഡ് ചെയ്ത് കൊടുക്കില്ലേ, അപ്പോൾ ആ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഇതിലും ചെയ്തേക്കുന്നത്. അപ്പോൾ എരിവും പുളിയും മധുരമൊക്കെ കൂടി നല്ലൊരു കറിയാണിത്. അപ്പം പഞ്ചസാരയ്ക്ക് പകരം നമ്മളിവിടെ ശർക്കരയാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കുറുകി കിട്ടും. പിന്നെ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് അവസാനമായിട്ട് കുറച്ച് കായപ്പൊടി കൂടിയും കൂടെയാണ്. അപ്പോൾ കായപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്, നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കുക.